4-ാം തീയതി മെയ് 4 കഴിയുമ്പോൾ 2026 മെയ് 4 കഴിയുമ്പോൾ പുതിയ ഗവൺമെൻറ് വരും. LDF വന്നാലും UDF വന്നാലും തൂക്കസഭ വന്നാലും രാജ്യത്തും സംസ്ഥാനത്തും കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. തൂക്കസഭയാണ് വരണമെങ്കിൽ വേറൊരു ചിത്രമാണ്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, അത് മറ്റൊരു ചിത്രമായിരിക്കും. UDF വന്നാലും LDF വന്നാലും ആരോഗ്യവകുപ്പ് മന്ത്രി ആരായാലും വീണ ജോർജ് ആകാൻ ഒരു സാധ്യതയില്ല LDF വന്നാൽ. കാരണം ഇത്രയും വിവാദങ്ങളും തർക്കങ്ങളിലൊക്കെ പോയതുകൊണ്ട് LDF വന്നാൽ ഒരു കാരണവശാലും സാധ്യതയില്ല. ഇനി ആരായാലും UDFിലാണെങ്കിൽ മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കെ മുരളീധരൻ ആരോഗ്യവകുപ്പിനൊരു താല്പര്യമുണ്ട്. പണ്ട് ശങ്കരൻ കോഴിക്കോട് നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന ആളുമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സമ്പൂർണ്ണ സാക്ഷരതയുടെയും അല്ലെങ്കിൽ നേരത്തെ തന്നെ രാജാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും ഗുരുദേവൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെ അയ്യങ്കാളിയുടെയും തക്കാട് അയ്യാഗുരു അങ്ങനെ വലിയൊരു പാരമ്പര്യം, പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റികൾ, നായർ NSS, SNDP തുടങ്ങിയ എല്ലാവരും വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സാക്ഷരതയുടെയും പിന്നെ സമ്പൂർണ്ണ സാക്ഷരതയുമുണ്ട്. ആ സാക്ഷരതയുടെ കാര്യം മലയാളി വിദേശ രാജ്യങ്ങളിൽ 70-കൾ മുതൽ പോയി കൊണ്ടുവന്ന പണം, വിദേശ രാജ്യങ്ങളിൽ വന്ന പണം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ആരോഗ്യരംഗത്തെ നന്നായി ശ്രദ്ധിക്കുന്നൊരു സമൂഹമാണ്. പിന്നെ കുടുംബാസൂത്രണം നന്നായി നടന്നൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ആരോഗ്യരംഗം വളരെ മനോഹരമായി മുന്നോട്ട് പോയി. നമ്മുടെ ശിശുമരണ നിരക്ക് കുറഞ്ഞു. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം നാമമാത്രമായി. ഗർഭിണികളുടെ മരണനിരക്ക് കുറഞ്ഞു. ആയുസ് ദൈർഘ്യം കൂടി. ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അമേരിക്കക്കാൾ മുകളിലാണെന്ന് ഒരു പ്രാവശ്യം ഒരു ചിത്രം കിട്ടി. അമേരിക്കയോളം നമ്മൾ ഉണ്ടോ, അമേരിക്കക്കാൾ മുതലാണ് ആയുർദൈർഘ്യത്തിൽ നിന്നൊക്കെ. പക്ഷേ അതെല്ലാം പപ്പടം പോലെ പൊടിയുന്നതായിരുന്നു പിന്നെ വന്ന കേരളത്തിലെ ആരോഗ്യരംഗം. ഇപ്പോൾ നാഷണൽ സാമ്പിൾ സർവേയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വളരെ ഗൗരവതരമായൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ദേശീയ സാമ്പിൾ സർവേ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അത് വളരെ വലിയ ഒരു തിരിച്ചറിവ്, ഒരു ഐ ഓപ്പണിങ്, ഒരു കണ്ണ് തുറക്കൽ മലയാളിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഗവൺമെൻറ് ആരായാലും ഏറ്റവും പ്രയോറിറ്റിയോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്താണ് പറയുന്നത്? ഔട്ട് ഓഫ് പോക്കറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സർക്കാർ സംവിധാനങ്ങളിൽ കൊടുക്കുന്ന സൗജന്യമോ അല്ലെങ്കിൽ സബ്സിഡിയോ അവൈൽ ചെയ്യാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് സ്വകാര്യ മേഖലയിൽ പോയി ചികിത്സിക്കുന്നവരുടെ എണ്ണത്തെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്. അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളിലാണ് സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ പോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ അറുമാദിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ചത്തിൽ കിടന്ന് വിളിക്കുന്നത് നമ്മൾ ഒന്നാമതാണെന്ന് വിളിക്കുന്നതെന്നാണ് നാഷണൽ സാമ്പിൾ സർവേ ചോദിക്കുന്നത്. 2025 ജനുവരി 1 മുതൽ ജൂൺ വരെ, അതായത് 6 മാസക്കാലം 1.39 ലക്ഷം കുടുംബങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ കേരളത്തിൽ സർക്കാർ ആശുപത്രികളുടെ ശരാശരി ചെലവ് 9313 രൂപയാണ്. ദേശീയ ശരാശരിയേക്കാൾ 6331 രൂപ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ മലയാളികളുടെ ചികിത്സാ ചെലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ 1357, പശ്ചിമ ബംഗാളിൽ 4241, ഗുജറാത്തിൽ 3619 എന്നിവയെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ചെലവ് വളരെ കൂടുതലാണ്. കർണാടകത്തിൽ 8656, മഹാരാഷ്ട്രയിൽ 7874 എന്നീ സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിലെ ചെലവ് ഉയർന്നതാണ്. നഗരപ്രദേശങ്ങളിൽ ഈ ചെലവ് വീണ്ടും കൂടുതലാണ്. 10538, ഗ്രാമങ്ങളിൽ ദേശീയ ശരാശരി 6032. അപ്പോൾ നോക്കൂ, ദേശീയ ശരാശരിയേക്കാൾ വലിയ പണമാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റുകളിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നത്. കേരളത്തിലെ 57.9, ഗ്രാമപ്രദേശക്കാരും 64.6, ഒരു 65% നഗരവാസികളും അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. സർക്കാർ ചികിത്സ ലഭ്യമാണെങ്കിലും ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. എന്തുകൊണ്ട്? വളരെ ഗൗരവതരമായൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോയ മയോ ക്ലിനിക്കിലും ഒരു പൈൽസിൻ്റെ ഓപ്പറേഷന് പോലും കേരളത്തിൽ നിൽക്കാതെ മദ്രാസിൽ പോയി. തിമിരത്തിൻ്റെ ഓപ്പറേഷന് മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റലാണ് കണ്ണിൻ്റെ ഉസ്താദുമാർ.
ഇവിടെ എത്രയോ മനോഹരമായ ഹോസ്പിറ്റലുണ്ട്. തിമിരം എന്ന് പറയുന്നത് വളരെ വലിയൊരു അസുഖമേ അല്ല, ഒരു സാധാരണ അസുഖമാണ്. അതിന് പോലും മദ്രാസിൽ പോയാണ് തിമിരത്തിൻ്റെ ചികിത്സ ചെയ്യുന്നത് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിശ്വാസമില്ല? ഒരിക്കൽ ഇവിടെ നിന്ന് സുഷമ സ്വരാജിന് സുഖമില്ലാതായപ്പോൾ ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ധാരണ മന്ത്രിസഭയിലുണ്ടായപ്പോൾ അവർ പറഞ്ഞത് ഒരു കാരണവശാലും കൊണ്ടുപോകരുത്, ഞാൻ മരിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ കിടന്ന് തന്നെ മരിക്കും, ഭാരതത്തിലെ ചികിത്സാ സമ്പ്രദായത്തിൽ എനിക്ക് വിശ്വാസമാണ്, ഇവിടെ കിട്ടാത്തതൊന്നും അമേരിക്കയിൽ കിട്ടാനില്ല, വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തുള്ളൂ ഡോക്ടർമാരുമായിട്ട്, പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരവസാനം ഇന്ത്യൻ ആശുപത്രിയിൽ കിടന്നാണ് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളുമുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്വകാര്യ സർക്കാർ ചികിത്സ ചേർത്ത് കണക്കാക്കുമ്പോൾ കേരളത്തിലെ മൊത്തം ആരോഗ്യ ചെലവ് 35,338 രൂപയായി ഉയരുന്നു. ദേശീയ ശരാശരിയായ 41,610 വ്യത്യസ്തമായ സാമ്പത്തിക സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പരമാവധി ആരോഗ്യസൂചിയിൽ കേരളം മുന്നിൽ നിൽക്കുമ്പോഴും ഈ ഉയർന്ന ചെലവ് ഒരു വിരുദ്ധാവസ്ഥ സൃഷ്ടിക്കുന്നു. അടുത്തിടെ നടന്ന 15 ദിവസത്തെ സർവേയിൽ 38.1% പേർക്കാണ് രോഗബാധ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ദേശീയ ശരാശരി 13.1 വളരെ കൂടുതലാണ്. അപ്പോൾ കേരളത്തിൽ രോഗാതുരതയുടെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുന്നത്. ഈ സാമ്പത്തിക ഭാരം കൂടുതലും കുടുംബങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ആശ്രയം, സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത, സൗകര്യങ്ങളുടെ വ്യത്യാസം എന്നിവയാണ് പ്രധാന കാരണം. ഇന്ത്യയിലെ മികച്ച ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ ഒരു കണക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കേരളത്തിൽ അനുദിനം സ്വകാര്യ ആശുപത്രികൾ വളരെ ഗൗരവതരമായ തോതിൽ കോർപ്പറേറ്റുകളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും വന്ന് വാങ്ങുന്നു എന്നുള്ളതും അവരുടെ ഷെയറുകൾ വാങ്ങുന്നു. തിരുവനന്തപുരം കിംസ് ഉൾപ്പെടെയുള്ള എല്ലാ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെയും ഷെയറുകൾ വാങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഊണുപോലെ സ്വകാര്യ ആശുപത്രികൾ ഉയരുന്നതും നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ ശരാശരിയുടെ ഗുജറാത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും മറ്റ് കർണാടകത്തിൻ്റെയൊക്കെ കണക്കെടുത്താൽ അവിടെ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, കിഫ്ബിയുടെ ഭാഗമായിട്ട് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അവിടെ മരുന്നുണ്ടാവണം, സേവനമുണ്ടാകണം, നല്ല ഗുണമേന്മയുള്ള സേവനം ലഭിക്കണം. എങ്കിൽ മാത്രമേ സർക്കാർ ആശുപത്രികളിലേക്ക് അവിടെ ആളുകളെ ആകർഷിക്കാൻ കഴിയൂ. അതങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രമുഖമായിട്ടുള്ള നമ്മളെ നാടിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുരന്തവും. വരുന്ന ഗവൺമെൻറ് ഏറ്റവും മുന്തിയ പരിഗണന ഇതിന് കൊടുക്കുമെന്ന് കരുതാം.